ഞങ്ങളുടെ അൻവറേട്ടന് അഭയം കൊടുക്കാൻ ആരുമില്ലെന്ന് പരിഹസിച്ചവരൊക്കെ എന്തേ? ഇനി അൻവറേട്ടന്റെ കളികൾ അങ്ങ് ഉത്തരേന്ത്യയിലാണ്. കുരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ദ അൺടോൾഡ് അംബൂക്കൻ സ്റ്റോറീസ് അഥവാ PV അൻവറിന്റെ കുമ്പസാരം. എനിക്കൊരു വലിയ ബോംബ് പൊട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞ് അൻവറേട്ടൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഒന്നിലെ മുഖ്യമന്ത്രിനെ ചീത്ത വിളിക്കാനായിരിക്കും, അല്ലെങ്കിൽ സതീശേട്ടനെ സോപ്പിടാനായിരിക്കും എന്ന് എല്ലാവരും കണക്കൂട്ടി. അങ്ങനെ ആ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി അൻവറേട്ടൻ ഇങ്ങനെ മന്ദം വാർത്താ സമ്മേളനം വിളിച്ച് നടന്നു വരികയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് രാജി സമർപ്പിച്ചു. രാജിവെച്ചാ? നിങ്ങൾക്ക് എന്താണ് അൻവറേട്ടൻ വയ്യേ? PV അൻവർ MLA എപ്പോഴും ഞങ്ങളുടെ കൂടി ഉണ്ടാവുന്ന വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിലമ്പൂരുകാരി പാരായി. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന നിലമ്പൂരിലെ ജനങ്ങൾക്കും വോട്ടർമാർക്കും അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. നന്ദി മാത്രമുള്ളല്ലേ? പിന്നെ അൻവറേട്ടനെ കാണുന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഒതായിലെ വീട്ടിൽ പോയാലൊന്നും കാണാൻ പറ്റില്ലല്ലോ. മൂപ്പരൊരു നാഷണൽ ലെവൽ പിടിച്ചിരിക്കുകയാണ്. പുതിയ ലക്ഷ്യം തൃണമൂൽ കോൺഗ്രസ് ആണ്. പിന്നെ ഇവിടുത്തെ നേതാക്കൾ ഓടിച്ചു വിട്ട പോലൊന്നും ആയിരുന്നില്ല അവിടെ. മമതാജിക്ക് ഇവിടെ അൻവറേട്ടനോട് എന്തൊരു മമതയായിരുന്നു. ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദീദി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. അല്ല അൻവറേട്ടാ, തൃണമൂലിക്കുള്ള എൻട്രിക്ക് നിങ്ങൾ സെറ്റാക്കി വെച്ചോ? നല്ല MLA സ്ഥാനം രാജിവെക്കണായിരുന്നാ? അതങ്ങനെ അത്ര പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലല്ലോ. പാർട്ടിയുടെ ഒരു കോർഡിനേറ്റർ എന്ന നിലക്ക് ഞാൻ നിൽക്കാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി അതിനുവേണ്ടി രാജിവെച്ച് പാർട്ടിയിൽ ഒഫീഷ്യലായി ചേരുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയൊരു വിഷയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ മലയോര മേഖലയിൽ ജീവിക്കുന്ന 13ഓളം സംസ്ഥാനങ്ങളിലെ ആളുകൾ കൂടി ഉള്ളൊരു വിഷയമാണ്. സ്വാഭാവികമായും ഇനി അതിന് സമയം കളയാതെ നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. അപ്പം മമതാജി പറഞ്ഞൂലേ അവിടെ രാജി വെച്ചിട്ട് പെട്ടിയും കിടക്കെടുത്ത് ഇങ്ങോട്ട് പോയോന്ന്? മമതാജിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അൻവറേട്ടന്റെ കാര്യമായോണ്ട് എപ്പോ എവിടെ പൊങ്ങുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ PV അൻവർ ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസിൽ. നിലമ്പൂരുള്ള ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാ. കോൺഗ്രസിനും വേണ്ട, BJPക്കും വേണ്ട, ലീഗിനും വേണ്ട. അങ്ങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി, എന്താ പാർട്ടിയുടെ പേര്? DMKക്കും വേണ്ട. അവസാനം തൃണത്തിന്റെ വിലയെ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായി? പറ്റിയ പാർട്ടിയിലാണ് പോയി ചേർന്ന്. തൃണോ? ഡോണ്ടു അങ്ങനെ ഞങ്ങളുടെ അൻവറേട്ടനെ പരിഹസിച്ച് തള്ളണ്ടാട്ടാ. മറ്റുള്ളവരെ പോലെയല്ല മമതാജി. രാജിക്കത്ത് എഴുതി കൊടുത്തതും അപ്പൊ എന്നെ തൃണമൂലിന്റെ സംസ്ഥാന കൺവീനർ പദവി അങ്ങോട്ട് കൈ വെച്ച് കൊടുത്തില്ലേ? തൃണമൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃണം എന്ന് പറഞ്ഞാൽ പുല്ലുന്ന ഒരു പുല്ല് പാർട്ടിയിലേക്കാണ് പോയി ചേർന്നത്. PV അൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. അതന്നെ, അൻവറേട്ടന്റെ കളികൾ കോംറേഡ്സ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ പുതിയ പാർട്ടിയൊക്കെ സെറ്റായ സ്ഥിതിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കായിരിക്കില്ല അൻവറേട്ടാ? നിലമ്പൂരിൽ മത്സരിക്കുവോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്ന? ശരി. അപ്പൊ ഇവിടുത്തെ കോൺഗ്രസിനോടുള്ള നിങ്ങളുടെ ആ മുഹബത്ത് ഇതുവരെ പോയിട്ടില്ലല്ലേ? നമ്മൾ ഈ നാട്ടിലേ ഉള്ള ആളല്ല. അൻവറേട്ടന്റെ UDF പ്രേമൊക്കെ ഓക്കെ, പക്ഷെ ഒരു കാര്യവും ഇല്ലാണ്ട് പ്രേമവിവാഹത്തിനെതിരെ നിൽക്കണ ഒരു കാരണവർ എല്ലാ കുടുംബത്തിലും കാണുന്നു പറയുന്ന പോലെ അൻവറേട്ടന്റെ UDF പ്രവേശന മോഹത്തിനെ കുറിച്ചിട്ട് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് കേട്ടിരുന്നതാണല്ലോ അല്ലേ? അപ്പൊ ഇപ്പോഴെങ്കിലും അൻവർ കണ്ണു തുറന്നതിൽ കുഴപ്പമില്ല, അതിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ഓഫീസില്ലാത്ത ഒരു സമയത്താണെങ്കിലും ഓഫീസ് അതിക്രമിച്ച് കയറി അവിടെ ബഹളം ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ ഒരു UDFിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അൻവർ അല്പം വൈകിപ്പോയി. 9 വർഷമായിട്ട് എവിടെയായിരുന്നു എന്നൊരു ചോദ്യത്തിന് കൂടി അൻവർ സ്വാഭാവികമായിട്ട് മറുപടി വേണം. അൻവറേട്ടന്റെ ഹിസ്റ്ററി ചെയ്യാൻ ഷൗക്കത്തേട്ടൻ ആര്യാടന്റെ മകനാ. ഉള്ളിപ്പം സിനിമക്ക് എടുത്ത് നടക്കുന്ന കേട്ടോ ചേട്ടാ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യരെ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ ബാബുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മൂപ്പര് കഥ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് എത്തിയോ നാട്ടില്?
എന്തെങ്കിലും അയാൾ ചെയ്യുന്ന ജോലി ചെയ്തോട്ടെ. അയാൾ ആ കാര്യം നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് റെസ്പെക്ട് ചെയ്യണല്ലോ. അങ്ങനെ അൻവറേട്ടനൊടുവിൽ തൃണമൂൽ കോൺഗ്രസിലെത്തി. ഇനി മൂപ്പർക്ക് കുറച്ച് പാപഭാരം ഇറക്കി വെക്കാണ്ട്. ആ കുമ്പസാരം കേട്ടാ നിങ്ങൾ ഞെട്ടും. അൻവറേട്ടൻ അന്നും ഇന്നും എന്നും ഒരു കാര്യം പറയാനുള്ളൂ. അൻവറേട്ടനെ ഈ ഗതിയിലാക്കിയത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അവജ്ഞയോട് കൂടി തള്ളിക്കളയുന്നു. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ഷീറ്റ് നൽകിയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയത്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. സ്വന്തം പിതാവിനെ പോലെയല്ലേ മുഖ്യമന്ത്രിനെ നമ്മുടെ അൻവറേട്ടൻ കണ്ടിരുന്നത്? അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചിലൊരു നീറ്റലാണ്. ഇടത് വേണ്ട, നെഞ്ചിലൊരു നീറ്റലാണ്. ആരോപണം ഉന്നയിച്ചവരെ മുഖ്യമന്ത്രി മടിയിലിരുത്തി കൊഞ്ചിച്ചില്ലെന്നാണ് അൻവറേട്ടൻ ഇപ്പോഴും ചോദിക്കണത്. ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു പി ശശിയെ പറ്റി, കാട്ടുകളനെ പറ്റിയിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അതിന് വലിയ കള്ളനാന്നല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന്, അദ്ദേഹത്തെക്കുറിച്ച് എന്താ ഈ പറയുന്നത്? അപ്പം അതിൻ്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ്. പുള്ളി പറഞ്ഞിട്ട് നമ്മുടെ അൻവറേട്ടൻ വലിയൊരു പാപം ചെയ്തു. കുറേ നാൾ മുന്നേ സതീശേട്ടനെതിരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപിച്ചില്ലേ? അത് ഈ പി ശശി പറഞ്ഞിട്ടായിരുന്നു. പി ശശി എഴുതി കൊടുത്തത് അത് അതുപോലെ തന്നെ അൻവറേട്ടൻ വായിച്ചു. അത്രേ ഉള്ളൂ. ആത്മാർത്ഥമായി മാപ്പി ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പി ചോദിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് മാപ്പായിരുന്നു. വാർത്താ സമ്മേളനത്തിന്റെ ഇടയ്ക്ക് സതീശേട്ടനോട് എത്ര തവണ അൻവറേട്ടൻ മാപ്പി ചോദിച്ചത്? ലേലു ഞങ്ങളുടെ അൻവറേട്ടനോട് ക്ഷമിച്ചു എന്ന് പറയണം പ്ലീസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എന്തോരം മുഖങ്ങളാ അൻവറേട്ടന്. ഇടതുപക്ഷത്തായിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ ചിങ്കം, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഗർജിക്കുന്ന ചിങ്കം, അത് കഴിഞ്ഞിട്ട് അഭയം കിട്ടാൻ വേണ്ടി എല്ലാവരുടെ വീടിൻ്റെ വാതിലിലും മുട്ടുന്ന പല്ലുകൊഴിഞ്ഞ ചിങ്കം, ഇപ്പതേ മാപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നെ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ, ഞാൻ ഫുൾ സപ്പോർട്ട് തരാന്ന് പറയുന്ന നല്ലവനായ നിഷ്കു ചിങ്കം. എന്തോരം കഴിവുകളാ, കില്ലാടി തന്നെ. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? വന്യമൃഗശല്യത്തിനെതിരായ പോരാട്ടത്തിന് വേണ്ടിയാണ് തൻ്റെ MLA സ്ഥാനം രാജിവെച്ചതെന്നാണ് അൻവറേട്ടൻ പറയണത്. ആ മനസ്സ് നമ്മളാരും കാണാണ്ട് പോരുത് കേട്ടോ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിലെ അധോലോക സംഘത്തിനെതിരായിട്ടാണ് എൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വന്യമൃഗങ്ങൾക്കെതിരാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം എന്നാണ്. എനിക്കറിയില്ല അദ്ദേഹം ഈ ആഭ്യന്തര വകുപ്പിലെ അധോലോകത്തിൽ നിന്ന് വന്യമൃഗങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന്. CPM-ലെ വന്യമൃഗങ്ങളെയാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒന്നോ പിന്നെയും പുച്ഛം. അരേ മുരളീധരൻജി, നിങ്ങളിവിടെ താമര വിരിയിക്കാൻ പോണ പോലെ കേരളത്തിന്റെ മണ്ണിൽ ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ വേരുകൾ ആഴ്ത്തുകയാണ് ഞങ്ങളുടെ PV അൻവറിന്റെ ലക്ഷ്യം. അതുവരെ തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടാവുമല്ലോ അല്ലേ അൻവറേട്ടാ? അപ്പോൾ ഇനി ഗോതയിൽ കാണാം. ജയ് PV അൻവർ, ജയ് തൃണമൂൽ കോൺഗ്രസ്.